രാജ്യം വീണ്ടും വിധി എഴുതുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മൂന്നാം ഘട്ട വോട്ടെടുപ്പ് ആരംഭിച്ചു. 12 സംസ്ഥാനങ്ങളിലെ 93 മണ്ഡലങ്ങളിൽ വിധിയെഴുത്ത് നടക്കും. അമിത്ഷാ, മൻസുഖ് മാണ്ഡവ്യ, ജ്യോതിരാദിത്യ സിന്ധ്യ തുടങ്ങിയ പ്രമുഖരാണ് മൂന്നാം ഘട്ടത്തിൽ ജനവിധി തേടുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഹമ്മദാബാദ് നിഷ്നാൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തി. വിവരങ്ങൾ വൃന്ദ ഗോവിന്ദ് നൽകും. വൃന്ദ, മൂന്നാം ഘട്ട വോട്ടെടുപ്പ് തുടങ്ങിയിരിക്കുന്നു. 12 സംസ്ഥാനങ്ങളിൽ വോട്ടെടുപ്പ് നടക്കുന്നു. 93 മണ്ഡലങ്ങളിൽ വോട്ടെടുപ്പ് നടക്കുന്നു. പ്രധാനമന്ത്രി വോട്ട് ചെയ്തിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെ? മൂന്നാം ഘട്ട വോട്ടെടുപ്പ് വളരെ ശക്തമായ രീതിയിൽ തന്നെയാണ് ഫിജി നടക്കുന്നത്. മൂന്നാം ഘട്ട വോട്ടെടുപ്പിൽ ഗുജറാത്തിൽ 25 സീറ്റ് അടക്കം 93 മണ്ഡലങ്ങളിലാണ് ഇപ്പോൾ വിധി എഴുതുന്നത്. 12 സംസ്ഥാനങ്ങളിലായി 17 കോടി ജനങ്ങളാണ് ഇപ്പോൾ ജനവിധി തേടുന്നത്. ഏറ്റവും കൂടുതൽ വോട്ടർമാർ ഉള്ളത് ഗുജറാത്തിലാണ് എന്നുള്ളൊരു പ്രത്യേകത കൂടിയുണ്ട്. 4.97 കോടി വോട്ടർമാരാണ് ജനവിധി തേടുന്നത്. ഇവരിൽ 12.2 ലക്ഷം പേർ പുതിയ വോട്ടർമാരാണ്. മൂന്നാം ഘട്ടം ജനവിധി തേടുന്ന സംസ്ഥാനങ്ങളിൽ ഏറ്റവും കൂടുതൽ മണ്ഡലങ്ങൾ ഉള്ളതും ഗുജറാത്തിലാണ് എന്നുള്ളൊരു പ്രത്യേകത കൂടിയുണ്ട്. 26-ൽ 25 മണ്ഡലങ്ങളിലാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. നേരത്തെ തന്നെ സൂറത്തിൽ BJP സ്ഥാനം ഉറപ്പിച്ചിരുന്നു. കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ പത്രിക തള്ളിപ്പോയതിനെ തുടർന്നാണ് സൂറത്തിൽ BJP സ്ഥാനാർത്ഥി വിജയിച്ചിരുന്നത്. മൂന്നാം ഘട്ടം കർണാടകയിൽ 14 മണ്ഡലങ്ങളിലും മഹാരാഷ്ട്രയിൽ 11 മണ്ഡലങ്ങളിൽ, ഉത്തർപ്രദേശിൽ 10, മധ്യപ്രദേശിൽ 8, ബീഹാറിൽ 5, ഛത്തീസ്ഗഡിൽ 7, ബംഗാളിൽ 4, ഗോവയിൽ 2, ജമ്മുവിൽ 1, കേന്ദ്രഭരണ പ്രദേശങ്ങളായ 2 മണ്ഡലങ്ങളിലുമാണ് ഇന്ന് വോട്ടെടുപ്പ് നടക്കുന്നത്. 6 കേന്ദ്രമന്ത്രിമാരും 4 മുൻ മുഖ്യമന്ത്രിമാരും അടക്കം സംസ്ഥാനങ്ങളിൽ സ്വാധീനമുള്ള മറ്റ് പ്രമുഖരടക്കം വൻ താരനിര തന്നെയാണ് ഇത്തവണ വോട്ടെടുപ്പിനെ നേരിടുന്നത്. മൂന്നാം ഘട്ടം ജനവിധി നേടുന്നത് അമിത്ഷാ, ജ്യോതിരാദിത്യ സിന്ധ്യ, മൻസുഖ് മാണ്ഡവ്യ, പുരുഷോത്തം രൂപാല, പ്രഹ്ലാദ് ജോഷി, സത്യപാൽ സിംഗ് ബഘേൽ എന്നിവരാണ് ജനവിധി തേടുന്ന പ്രധാനപ്പെട്ട കേന്ദ്ര മന്ത്രിമാർ. മുൻ മുഖ്യമന്ത്രിമാരായ ശിവരാജ് സിംഗ് ചൗഹാൻ, ദിഗ്വിജയ് സിംഗ്, ബസവരാജ ബൊമ്മൈ, നാരായൺ റാണ എന്നിവരാണ് മറ്റ് മുൻ മുഖ്യമന്ത്രിമാർ ജനവിധി തേടുന്നത്. കൂടാതെ തന്നെ ഞാൻ തിരിച്ചെത്താൻ പ്രധാനമന്ത്രി വോട്ട് രേഖപ്പെടുത്തുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. വോട്ട് രേഖപ്പെടുത്തിയ അഹമ്മദാബാദിൽ അദ്ദേഹം വോട്ട് രേഖപ്പെടുത്തിയതിനു ശേഷം ഉള്ള അദ്ദേഹത്തിന്റെ പ്രതികരണവും നമുക്ക് കാണാം. चिंता कीजिए, क्योंकि चुनाव के दिनों में पत्रकार साथियों को दिन रात दौड़ना पड़ता है और मीडिया की कंपटीशन भी इतनी है कि आपको समय से आगे दौड़ना पड़ता है. मैं तो यही प्रार्थना करूंगा आप सब पुराने साथियों को कि अपने स्वास्थ्य का जरूर ध्यान रखें. और मैं हमेशा कहता हूं कि पानी बहुत पीना चाहिए. जितना ज़्यादा पानी पिएंगे तो आपको बहुत स्वास्थ्य के लिए भी ठीक रहेगा और एनर्जी भी मेंटेन रहती है. आज तीसरे चरण का मतदान है. मैं देशवासियों को विशेष रूप से आग्रह करूंगा कि लोकतंत्र में मतदान एक सामान्य दान नहीं है. हमारे देश में दान का एक महात्म्य है और उसी भाव से देशवासी ज़्यादा से ज़्यादा मतदान करें. आज तीसरे चरण का मतदान है. अभी और करीब 3 सप्ताह चुनाव अभियान चलेगा. 4 मतदान के दौर आगे भी हैं. मेरा गुजरात में मतदार के नाते यही एक जगह है जहाँ मैं रेगुलर मतदान करता हूँ और अमित भाई यहाँ से भारतीय जनता पार्टी के उम्मीदवार के रूप में चुनाव लड़ रहे हैं. मैं कल रात को ही आंध्र से आया हूं. अभी गुजरात में हूं. मध्य प्रदेश जाना है, महाराष्ट्र जाना है, फिर तेलंगाना जाना है. तो इतने कम समय में मैं ज़्यादा बात तो नहीं कर पाऊंगा, लेकिन मैं गुजरात
के मतदाताओं को भी और देश के मतदाताओं का भी हृदय से आभार व्यक्त करता हूं, जो उत्साह उमंग से मतदान में हिस्सा लेते हैं। आज ये गुजरात देश के मतदाताओं का भी हृदय से आभार व्यक्त करता हूं, जो उत्साह उमंग से मतदान में हिस्सा लेते हैं। आज ये ગુજરાતમાં લોકતંત્રનો ઉત્સવ છે। આનંદની વાત એ છે કે પહેલા 2 ચરણમાં જે મતદાન થયું છે, હું ઇલેક્શન કમિશનને પણ અભિનંદન આપીશ, દેશના સુરક્ષા બલોને પણ અભિનંદન આપીશ અને ચૂંટણીની વ્યવસ્થામાં જોડાયેલા વહીવટી અધિકારીઓને પણ અભિનંદન આપીશ કે પહેલા 2 ચરણમાં ક્યાંક નહિવત હિંસાની ઘટના ધ્યાનમાં આવી છે। અધરવાઇઝ આપણને ખબર છે કે પહેલા ચૂંટણીમાં હિંસાનો દોર ચાલતો હતો। આ વખતે ઇલેક્શન કમિશનની અનેક વ્યવસ્થાઓ, હું ઇલેક્શન કમિશનનું એટલા માટે પણ અભિનંદન કરું છું કે એમણે પૂરું ઇલેક્શન કેમ્પેન વોટર ફ્રેન્ડલી મેનેજમેન્ટમાં એમણે ધ્યાન કેન્દ્રિત કર્યું છે। ઇવન આજે પણ મેં એમની એક ઘડિયાળ જોઈ, જે ઘડિયાળ મતદારને લગાતાર એલર્ટ કરે છે કે તમારું મતદાન થયું અને બધાના મોબાઈલ પર એ ઘડિયાળ અવેલેબલ છે। તો ઇલેક્શન કમિશને પણ ટેકનોલોજીનો ભરપૂર ઉપયોગ કર્યો છે। અને હું તો મીડિયાના મિત્રોને પણ કહીશ કે हम लोगों ने देश में भारत की चुनावी प्रक्रिया कैसी है, चुनावी मैनेजमेंट कैसा है और दुनिया के लोकतंत्र के लिए ये बहुत ही बड़ा सीखने योग्य एग्जाम्पल है। दुनिया की बड़ी बड़ी यूनिवर्सिटी ने केस स्टडी करना चाहिए। आज दुनिया में करीब 64 कंट्रीज में चुनाव है, उन सबका कंपैरिजन करना चाहिए। और ये वर्ष एक प्रकार से लोकतंत्र का उत्सव न सिर्फ भारत में, पूरी दुनिया में, और भारत ने दुनिया में जो भी अच्छी चीजें हैं वो चुनावी व्यवस्था में विकसित की है। और मैं मानता हूं कि इलेक्शन कमीशन इसके लिए बहुत बहुत अभिनंदन का अधिकारी है। आप सब मीडिया के मित्र तो अब भारत में 900 से ज्यादा टीवी चैनल्स है, 5000 से ज्यादा दैनिक अखबार निकलते हैं, और वो तो पूरी तरह चुनाव के रंग में रंगे जाते हैं। और इसलिए हर एक का प्रयास और यही मंथन है जो लोकतंत्र को भी मजबूत करता है और देश को भी मजबूत सरकार देता है। तो मैं इसमें योगदान देने वाले एक लोकतंत्र के महायज्ञ में जो भी जितनी आहुति दे रहा है, सब अभिनंदन के अधिकारी हैं। मैं फिर से देशवासियों को यही कहता हूं कि आज गुजरात में और जहां जहां चुनाव का मतदान का दिवस है, बहुत भारी मात्रा में मतदान करें, लोकतंत्र के पर्व को मनाएं, उत्सव के रूप में मनाएं। मेरी आप सबको बहुत शुभकामनाएं, बहुत बहुत धन्यवाद। പ്രധാനമന്ത്രി നരേന്ദ്രമോദി വോട്ട് രേഖപ്പെടുത്തിയ ശേഷം രാജ്യത്തോട് സംസാരിക്കുകയായിരുന്നു, മാധ്യമങ്ങളെ കാണുകയായിരുന്നു. എന്തായാലും സമ്മതിദാനാവകാശം വിനിയോഗിക്കുന്നതിന്റെ ആവശ്യകത അദ്ദേഹം എടുത്തു പറഞ്ഞു. രാജ്യത്തെ എല്ലാ പൗരന്മാരും ജനാധിപത്യത്തിന്റെ ഭാഗമാകണം. വോട്ട് രേഖപ്പെടുത്തി അദ്ദേഹം വോട്ട് ചെയ്ത ശേഷം ചൂണ്ടുവിരൽ ഉയർത്തിക്കാട്ടിയാണ് അദ്ദേഹം ജനങ്ങൾക്കിടയിലൂടെ നടന്ന് നീങ്ങുന്നത്. വൃന്ദയിലേക്ക് പോകുന്നു. വൃന്ദ, പ്രധാനമന്ത്രി വോട്ട് രേഖപ്പെടുത്തിയ ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. എന്തായാലും വലിയ വിജയം അദ്ദേഹം അവിടെ പ്രതീക്ഷിക്കുന്നു, ആവർത്തിക്കുന്നു. അഹമ്മദാബാദിൽ രാജ്യത്തെ മറ്റിടങ്ങളിൽ പ്രമുഖർ ആരൊക്കെ ഇതിനോടകം വോട്ട് ചെയ്തിട്ടുണ്ട്? മറ്റു വിവരങ്ങൾ എന്താണ്?
വിജയ്, നിലവിൽ വലിയ വിജയ പ്രതീക്ഷ തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോൾ മാധ്യമങ്ങളോട് പങ്കുവച്ചിരിക്കുന്നത്. വിജയപ്രതീക്ഷ പങ്കുവെച്ച് കർണാടക മുഖ്യമന്ത്രിയും നേരത്തെ തന്നെ രംഗത്തെത്തിയിരുന്നു. 26 സീറ്റിൽ 25 BJP തന്നെ സ്വന്തമാക്കുമെന്നതടക്കം അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചിരിക്കുന്നു. കേന്ദ്രമന്ത്രി അമിത്ഷായോടൊപ്പമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോൾ അഹമ്മദാബാദിലെ നിഷാൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നിരവധി ആളുകളാണ് ഇവിടെ തടിച്ചുകൂടിയിരിക്കുന്നത്. പ്രധാനമന്ത്രി എത്തുന്നതോടനുബന്ധിച്ച് നേരത്തെ തന്നെ പ്രചാരണ രംഗങ്ങളിലെല്ലാം നരേന്ദ്രമോദി അമിത്ഷാ മത്സരിക്കുന്ന മണ്ഡലത്തിൽ എത്തുമെന്നതടക്കം നേരത്തെ തന്നെ പ്രചാരണ വേളയിൽ തന്നെ ഇവർ പറഞ്ഞിരുന്നു. ഇതൊരു പ്രചാരണ ആയുധമാക്കി തന്നെ BJP എടുത്തിരിക്കുന്നു എന്ന് വേണം തന്നെ പറയാൻ. 2 ലോക്സഭാ തിരഞ്ഞെടുപ്പിലും BJP എല്ലാ സീറ്റും തൂത്തുവാരിയതിനാൽ വലിയ രീതിയിലുള്ള വിജയ പ്രതീക്ഷ തന്നെയാണ് ഇത്തവണയും ഇവർ പങ്കുവെക്കുന്നത്. സുരക്ഷാ ക്രമീകരണങ്ങളെല്ലാം വലിയ രീതിയിൽ ശക്തമായ രീതിയിൽ തന്നെയാണ് ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത്. ശരി വൃന്ദ, എന്തായാലും മൂന്നാം ഘട്ട വോട്ടെടുപ്പ് തുടരുന്നു. രാജ്യത്ത് 12 സംസ്ഥാനങ്ങളിലെ 93 മണ്ഡലങ്ങളിൽ വോട്ട് രേഖപ്പെടുത്തുകയാണ്. സമ്മതിദാന വിനിയോഗം നടക്കുന്നു. ഇപ്പോൾ പ്രധാനമന്ത്രി വോട്ട് ചെയ്തതിനു ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. അദ്ദേഹം വോട്ട് ചെയ്യേണ്ട ആവശ്യകത, സമ്മതിദാനാവകാശം വിനിയോഗിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് അദ്ദേഹം ഉദ്ബോധിപ്പിക്കുന്നു. തികഞ്ഞ വിജയപ്രതീക്ഷ പങ്കുവെക്കുന്നു.